ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും വലിയ കഴിവുണ്ടായിട്ട് അത് ഇതിലൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടല്ല. എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവം നടന്നപ്പോൾ, അതായത് എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു സംഭവം നടന്നപ്പോൾ എനിക്ക് ഒരു രീതിയിലും ഒരു ലീഗലായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ തുടങ്ങിയാണ് യൂട്യൂബ് ചാനൽ. അതായത് പിന്നെ ഒന്ന് സബ്സ്ക്രൈബറൊക്കെ ഒന്ന് കൂടിയിട്ട് ആ വീഡിയോ അല്ലെങ്കിൽ അത് വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 400 ഒരാളുണ്ട്, 500 അടുപ്പിച്ചുണ്ട്. ഇനിയും വേണമെന്നായിരുന്നു, എന്നാലേ ഇത് 4 പേര് അറിയുള്ളായിരുന്നു, എന്നാലേ കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ അറിയുള്ളൂ. ഇതാണ് സംഭവം. കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ എൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി, ക്ലിനിക്കിൽ പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു പല്ലിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണ്. ഒരു 10 വർഷം മുന്നേ ആക്സിഡൻറ്റ് പറ്റിയതാണ് എൻ്റെ പല്ല് ഒടിഞ്ഞത്, ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ 2017 ഞാൻ ആ പല്ല് ഒന്ന് ബിൽഡപ്പ് ചെയ്ത്, അതായത് ഇവിടെ ഗൾഫിൽ വെച്ചൊരു ക്ലിനിക്കിൽ പോയിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് തന്നൊരു പല്ല്. അപ്പോൾ അത് വലിയ വൃത്തിയാണ്, നല്ല പല്ലിൻ്റെ അതേ ഷേപ്പിൽ ചെയ്തു തന്നു. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ 2021 തന്നെ ഒരു മാർച്ച് മാസത്തിൽ അത് പൊട്ടിപ്പോയായിരുന്നു പല്ല്. ആ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇനി കയറി വന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നതാണ് സെപ്റ്റംബറിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡെൻ്റൽ ഒരു ക്ലിനിക്കിൽ പോയപ്പോൾ എൻ്റെ വൈഫിന് വീണ്ടും അടുത്തുള്ള. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ഡോക്ടറിന് ചോദിച്ചു, ഡോക്ടർ ഈ ഫ്രണ്ടിലെ പല്ല് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ക്യാപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര രൂപയാവുമെന്ന് പറഞ്ഞു 7000 രൂപയുടെയാണ് ഒരു സിർക്കോണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാപ്പ് ഇടാമെന്ന് പറഞ്ഞു. നല്ലതാണെന്ന് പറഞ്ഞു, 10 വർഷം വാറൻറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു പല്ല് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എൻ്റെ മോണയിൽ 2 ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത്. അപ്പോഴവരെ കാണുന്നില്ല എത്രമാത്രം ഗ്രൈൻഡ് ചെയ്ത് നോക്കിയപ്പം കാൽ പാകം പോലും ഇല്ല പല്ല്, അത്ര ഗ്രൈൻഡ് ചെയ്ത് തീർത്ത്. ഭയങ്കര വൃത്തിയുടെ പോലായി. അതിന് 7 ദിവസം കഴിഞ്ഞിട്ട് പല്ല് വരുത്തോളം എന്ന് പറഞ്ഞു. അതിന് 7 ദിവസം കഴിഞ്ഞ് പല്ല് വെച്ചതിന് അന്ന് തൊട്ട് എൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. അപ്പോൾ ഞാനവരായിട്ട് സംസാരിക്കുന്ന കുറച്ച് റെക്കോർഡിങ് അതിൻ്റെ അകത്ത് ഇടാം. പിന്നെ ഞാൻ പാർട്ടായിട്ട് ഇടാം. കാര്യം കുറച്ചാളായിട്ട് ഈ പ്രശ്നം ഉള്ള കാര്യങ്ങൾ ഞാനും ഡോക്ടർ സംസാരിച്ച റെക്കോർഡിങ്സ് എല്ലാം നിങ്ങളെല്ലാവരും കേൾക്കണം. എങ്ങനെയാണ് ചില ഡോക്ടേഴ്സ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും എല്ലാം നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനത് റെക്കോർഡിങ് കേൾപ്പിച്ചുതരാം. മാഡം നമസ്കാരം, എൻ്റെ ഒരു സൈഹർ എന്നാണ്. ഇന്ന് ക്യാപ്പ് വീട്ടില് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്പിട്ട പല്ല് താഴത്തെ പല്ലുകൊണ്ട് തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അതിൻ്റെ ഈ ക്യാപ്പിട്ട പല്ല് ഉള്ളിൽ ഒരുപാട് വീതിയുണ്ട്. അതാണ് ഞാൻ കണ്ണടി കൂടെ നോക്കിയപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, വീതി കൂടുതലാണ്. അതുകൊണ്ട് ആ താഴത്തെ പല്ല് ടച്ച് ആവുന്നത് കൊണ്ട് മറ്റെല്ലാ പല്ലുകളും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല. പല്ലുകൾ തമ്മിൽ ടച്ച് ആവുന്നില്ല. ഈ ഒരു പല്ല് ടച്ച് ആവുന്നുണ്ട്, ബാക്കി എല്ലാ പല്ലുകളും അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് നിൽക്കുകയാണ്. മെസ്സേജ് വെച്ചാൽ മാഡം അത് കേൾക്കുന്നതിന് ശേഷം എനിക്ക് നാളെ ഒരു അപ്പോയിൻമെൻറ്റ് വേണം. അത് എന്താ വെച്ചാൽ മാഡം ഒന്ന് റെഡി ആക്കണം. പല്ല് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ചോറ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. 7000 രൂപ. ഹലോ ഡോക്ടറെ, ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു സൈഹർ എന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു 16-ാം തീയതി, ഈ മാസം 16-ാം തീയതി ഒരു ക്യാപ്പ് വെച്ചിരുന്നു. മാഡം പറഞ്ഞത് 10 വർഷം അത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാനത് വെക്കുന്ന സമയത്ത് മാഡത്തിന് പറഞ്ഞു, മാഡം അത് കറക്റ്റല്ല, അത് തട്ടുന്നുണ്ട്, എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെ അത് പിന്നെയും ഗ്രൈൻഡ് ചെയ്തു. ഇപ്പം അത് ഇളവി വന്നു. കാര്യം ഗ്രൈൻഡ് ചെയ്ത് അത് പിന്നെ നിങ്ങൾ ഒരു ഇതില്ലാതെയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുന്നേയും പല്ല് അങ്ങനെ പല്ല് അവിടെ ഉള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ താഴത്തെ പല്ലത് ചവിട്ടി അതിൽ പോയിട്ട് തട്ടി ഇപ്പോൾ അത് ഇളവി വന്നു. 10 വർഷം തന്നിട്ട് ഒരാഴ്ച പോലും ഇരുന്നില്ല. 7000 രൂപ തന്നിട്ട് മാഡം ഏറ്റവും നല്ലത് പതിന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അത് ഒട്ടിച്ച് നിങ്ങൾക്ക് കൈ ഒഴിയണമായിരുന്നു. എൻ്റെ പല്ല് ഇത്രയും ഗ്രൈൻഡ് ചെയ്ത് ഇത്രയും ചെറുതാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു 4 പേരുടെ മുഖത്ത് ഞാൻ ഇപ്പം ഗൾഫിലാണ്, ഇനി എന്ന് നാട്ടിൽ വരുന്നിട്ട് എന്നാണ് ഞാൻ ശരിയാക്കുക? നിങ്ങൾ ഇത്രയും ഗ്രൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ പണി അത് അറിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് അറിയുക ഇങ്ങനെ ഒരാൾക്ക് ചെയ്ത് തന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയതിനകത്ത്? എനിക്കൊരു 4 പേരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ?
അന്ന് ഇച്ചിരി പൊടിഞ്ഞു പോയിട്ടേ ഉള്ളായിരുന്നു. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇത്രയും ആക്കിയിട്ട് നിങ്ങളൊരു പല്ല് വെച്ചായിരുന്നു. അത് ഇളകി വന്നു. ചേട്ടാ, അത് ഗ്രൈൻഡ് ചെയ്താലും നമുക്ക് പുതിയ പല്ല് വെക്കാൻ പറ്റത്തുള്ളൂ. ഇത് പശയാണ് ഇളകി പോയിരിക്കുന്നത്. ഇത് റീപ്ലേസ് ചെയ്ത് തരും. അതിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എനിക്ക് എന്തായാലും ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പല്ലിന് ഒട്ടിച്ചിട്ടുണ്ട്. കാര്യം ഇതുകൊണ്ട് എനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അത് വെച്ച് ചവച്ചതല്ല. ഈ പല്ല് തട്ടി എന്തോ ഇത് തോന്നി. ഞാൻ തൊട്ടപ്പോഴും അത് ഇളവി എൻ്റെ കയ്യിൽ വന്ന് വീണു. ഇതാണോ മാഡം 10 വർഷത്തേക്ക് ചെയ്തു തന്നത്? എപ്പം നാട്ടിൽ വന്നാലും ഇത് റീപ്ലേസ് ചെയ്ത് തരും. അവിടെ ഇല്ലാത്തുള്ള പ്രശ്നമാണ്. ഈ തട്ടുന്നെന്നുള്ളത് കുറച്ച് ദിവസം ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. തട്ടുന്നുണ്ട് ഇളകിപ്പോയെങ്കിൽ അത് ഗമ്മാണ് ഇളകിപ്പോയിരിക്കുന്നത്. അതിന് ഗ്ലൂവിന് നമുക്ക് വാറണ്ടിയില്ല. പല്ലിന് എപ്പോഴും 10 വർഷത്തെ ഗ്യാരണ്ടി തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാലും അവർ ഒട്ടിച്ച് തരും. അവർ അതിന് നാട്ടിലത്തെ പേയ്മെൻറ്റ് ആയിരിക്കത്തില്ല. ഒട്ടിച്ച് തരും. അവർ അവിടെയും ഒട്ടിച്ച് തരും. അവർ ഒട്ടിക്കുന്നതിന് എവിടെ വേണോ അത് ഒട്ടിച്ച് തരും. ഇത് പിന്നെ എപ്പോഴാണ് നാട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ചേട്ടന് വാറണ്ടി ഉള്ളത് തന്നെയാണ്. പല്ലിന് ഫുൾ വാറണ്ടി ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് റീപ്ലേസ് ചെയ്ത് തരും. അതിപ്പോൾ തട്ടിയത് കൊണ്ടായി കൂടുതലായിട്ട് ഈ പല്ല് വേണ്ട ചേട്ടന് വേറെ പല്ല് ചെയ്ത് തരാം. ഇപ്പം തൽക്കാലം അവിടെ ഇത് ഒട്ടിച്ചിട്ട് വന്നാൽ മതി. എപ്പോൾ വന്നാലും വേറെ ഇത് സമയമില്ലാത്തതുകൊണ്ടാണ് അല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് തരാമായിരുന്നു. പിന്നെ ഗ്രൈൻഡ് ചെയ്ത് മറ്റേ ഡോക്ടർ ഓക്കെ ആയെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ ആ ദിവസം വേറെ ക്ലിനിക്കിലായിപ്പോയി. മറ്റേ ഡോക്ടറല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ തട്ടുന്നത് ഗ്രൈൻഡ് ചെയ്തത് കുഴപ്പം ഓക്കെ ആയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും പുതിയ പല്ല് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചേട്ടൻ എപ്പോൾ വന്നാലും അത് റീപ്ലേസ് ചെയ്ത് തരാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫ്രണ്ടിലത്തെ പല്ലായതുകൊണ്ട് ചേട്ടനൊന്ന് അവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാം. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പല്ലിന് 10 വർഷത്തെ ഗ്യാരണ്ടി തന്നെയാണ് ഉള്ളത്. ഇത് ഗ്ലൂ ആണ് ഇളകി പോകുന്നത്. പക്ഷെ ഇളകി പോവും. അത് പോകാൻ പറ്റില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് നാട്ടിൽ വന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാര്യം എനിക്കെതിരെ ഒരു കേസ് വരെ കൊടുത്തു. പക്ഷേ എനിക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. ഞാൻ 2 അഡ്വക്കറ്റ്സിനോട് സംസാരിച്ചു. പക്ഷെ ഇതൊന്നും ഒരു തെളിവില്ല. അത്ര രീതിയിലാണ് ഇവരുടെ സംസാരിക്കുന്നത്. അപ്പം അത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ചിലപ്പോൾ ആർക്കെങ്കിലും ഉപയോഗം ആർക്ക് തോന്നും. അപ്പം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റീച്ച് കിട്ടണമല്ലോ. ഒരുപാട് ആൾക്കാർ ഓക്കെ. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോസ് കണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഈ പല്ല് ഇത്രയും ഗ്രെയിൻ